ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? പല കാരണങ്ങൾ കൊണ്ടും മടിച്ചു നിൽക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? പിന്നെ ആകട്ടെ എന്ന് കരുതി മാറ്റി വെച്ചേക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമസ്കാരം, എൻ്റെ പേര് മേരിമോളി നിക്സൺ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളെപ്പോലൊരു വ്യക്തിയായിരുന്നു കേട്ടോ ഞാനും. കൃത്യമായിട്ട് പറഞ്ഞാൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവർ ഫാമിലി വ്ളോഗ്സ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് മുന്നേ നിങ്ങളെപ്പോലെ തന്നെ പലരുടെയും വീഡിയോസ് കണ്ട് പല ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തു മണിക്കൂറുകളോളം അവരുടെ വീഡിയോസ് കണ്ട് ഞാൻ പോലും അറിയാതെ പലരെയും സപ്പോർട്ട് ചെയ്ത് ഞാൻ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത്. പലരുടെയും വീഡിയോസ് കണ്ട് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ മക്കൾ എന്നോട് പറയുന്നത്, അമ്മ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ? എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് പലരുടെയും വീഡിയോസ് ഇതേ കണക്കിരുന്ന് കണ്ട് അതിലോരോ കാര്യങ്ങളും എഴുതിയെടുത്തിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തു അനങ്ങാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. എന്ത് ചെയ്യും, ഇനി എങ്ങനെ വീഡിയോസ് ചെയ്യും, അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ഇനി നമ്മൾ വീഡിയോസ് ചെയ്താൽ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുമോ? അങ്ങനെ പല സംശയങ്ങളായിരുന്നു എനിക്ക്. ഈ സംശയങ്ങളുടെ പുറത്ത് കുറേ നാൾ വീഡിയോ ചെയ്യാതെ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങ് ഉണ്ടാതിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മകൻ്റെ ജന്മദിനം വരുന്നത്. ഒന്നും നോക്കിയില്ല, അന്നത്തെ ഒരു വീഡിയോ ഞാൻ അങ്ങ് നമ്മുടെ യൂട്യൂബ് ചാനൽ റീൽസ് ആയിട്ടിട്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഒരുപാട് പേര് എൻ്റെ മകനെ വിഷ് ചെയ്തു, പലരും എന്നെ സപ്പോർട്ട് ചെയ്തു. പലരും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് തന്നെ വന്നു. അത് കഴിഞ്ഞ് ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തു. അത് ഇപ്പോഴും 92K ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം യൂട്യൂബ് തുടങ്ങി ഒരുപാട് നാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും അതിൽ ആക്റ്റീവ് ആകാതെ പേടിച്ച് ഭയം കൊണ്ടും ഞാനൊക്കെ ചെയ്ത് ആരെങ്കിലും കാണുമോ എന്നുള്ള ഭയം കൊണ്ട് മാത്രം ചെയ്യാതെ മാറി നിന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ പിന്നീട് എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു, നമ്മൾ പറയത്തില്ലേ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഈ ലോകത്ത് ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല. ഞാൻ എന്നെ തന്നെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്തു. കാരണം എനിക്ക് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട്. എനിക്ക് വളരെ നല്ല രീതിയിൽ സത്യസന്ധമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു സാഹചര്യവും എനിക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് വീഡിയോസ് ചെയ്തുകൂടാ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നമ്മുടെ യൂട്യൂബിലോട്ട് വരുന്നത്. യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി, ഷോർട്സ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഷോർട്സൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ കൂട്ടുകാർ കാണാൻ തുടങ്ങി, അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നല്ല കമൻസുകൾ എനിക്കൊപ്പം, ബാഡ് കമൻസ് ഉണ്ടെങ്കിൽ പോലും നല്ല കമൻസുകൾക്കാണ് കൂടുതൽ ഞാൻ വാല്യൂ കൊടുത്തത്. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയി. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ്റെ പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അടുത്ത് പോലും എത്തിയില്ല. ഏകദേശം അടുത്തടുത്ത് വരും, വീണ്ടും നമുക്ക് പിറ്റേ വർഷം ആകുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഡിസംബർ ആയപ്പോഴത്തേക്കും ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, 3 വർഷമായിട്ട് യൂട്യൂബ് ചാനലും കൊണ്ട് നടക്കുന്നില്ലേ? എന്നിട്ട് നിനക്ക് എന്തുകൊണ്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല? നിനക്ക് എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല? നിനക്ക് എന്തുകൊണ്ട് കൺസിസ്റ്റൻസി ഇല്ല? ഞാൻ എന്നോട് തന്നെ ചോദിച്ച കുറേ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ എനിക്കൊരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചു. അതെ, തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിലായിരിക്കണം, നമ്മളതിൽ വീഡിയോസ് ചെയ്യണം. നമ്മളെ പ്രതീക്ഷിക്കുന്ന, നമ്മുടെ വീഡിയോ പ്രതീക്ഷിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അങ്ങനെ കരുതിക്കൊണ്ടാണ് ഞാൻ യൂട്യൂബിലോട്ട് വീണ്ടും ഒന്നും കൂടെ ആക്റ്റീവ് ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് ഈ കഴിഞ്ഞ 5 മാസത്തോളം ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്തു. ലൈവ് സ്ട്രീം ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വളരെ ആക്റ്റീവായി. അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുക തന്നെ ചെയ്തു. അധികം വൈകാതെ അത് ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, യൂട്യൂബ് ചാനലെന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിൽ ഭയം കൊണ്ടോ പേടി കൊണ്ടോ മറ്റുള്ളവർ എന്തു പറയും എന്ന് ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കാതെ, ഒട്ടും തന്നെ ഭയപ്പെടാതെ നിങ്ങൾ യൂട്യൂബിലേക്ക് വരിക. തീർച്ചയായിട്ടും യൂട്യൂബ് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഈ മേഖല ആർക്കും എത്തിപ്പെടാൻ പറ്റുന്നൊരു മേഖലയാണ്, ആരെയും മാറ്റി നിർത്തപ്പെടുന്ന ഒരു മേഖലയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഷോർട്സ് ചെയ്യാൻ സാധിക്കും. ഇതിനാകെ വേണ്ടത് നമുക്കൊരു മനസ്സാണ് വേണ്ടത്. ആ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മേഖലയിൽ നല്ല രീതിയിൽ ശോഭിക്കാനായിട്ട് സാധിക്കും. എനിക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.